അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 359. പെരുന്നാൾ നിസ്കാരം പോലെയുള്ള ജമാഅത്ത് മശ്റൂആയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ആ സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നതിൻ്റെ മുന്നോടിയായി ഒരു വിളംബരം നടത്തൽ സുന്നത്തുണ്ട്. ആ ജമാഅത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിളിച്ചു പറയൽ. എന്താണ് വിളിച്ചു പറയപ്പെടേണ്ടത്? അസ്വലാത്ത് ജാമിഅ. തുഹ്ഫയിൽ കാണാം, വയുഖാലു ഫിൽ ഈദി വനഹ്വിഹി മിൻ കുല്ലി നഫ്ലിൻ ശുരിഅത് ഫീഹിൽ ജമാഅ വസല്ല ജമാഅതൻ കകുസൂഫിൻ വസ്തിസ്ഖാഇൻ വതറാവീഹിൻ അസ്വലാത്ത് ജാമിഅ. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമായിരിക്കണം, ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന സാഹചര്യവുമായിരിക്കണം. അപ്പോൾ മാത്രമാണ് അസ്വലാത്ത് ജാമിഅ എന്ന് വിളിച്ചു പറയൽ സുന്നത്തുള്ളത്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നയാൾ അസ്വലാത്ത് ജാമിഅ എന്ന് വിളംബരം ചെയ്യേണ്ടതില്ല, അത് സുന്നത്തില്ല. എന്നു മാത്രമല്ല, ഇത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ മുന്നോടിയായി ഹയ്യ അലസ്വലാഹ് എന്ന് വിളിച്ചു പറയാൻ പാടില്ല. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ വിളംബരം ചെയ്യാൻ പാടില്ല. അസ്വലാത്ത് ജാമിഅ എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ അതിനോട് പ്രതികരിക്കണം, ഇജാബത്ത് ചെയ്യണം. എന്താണ് ഇജാബത്ത് വേണ്ടത്? ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണും, ലാ യബ്ഉദു സന്നുഹാ ബിലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ പ്രതികരിക്കുന്ന പോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് അസ്വലാത്ത് ജാമിഅ എന്നതിന് ഇജാബത്ത് ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഖാസിമുൽ അബ്ബാദി റഹിമഹുല്ലാഹ് പറഞ്ഞത് നിഹായത്തുൽ മുഹ്താജിൻ്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലിയു ശിബ്റാം അൽ-നസിയും ഏറ്റുപിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെയും മറ്റും മുന്നോടിയായി അസ്വലാത്ത് ജാമിഅ എന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഇജാബത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്തരം സുന്നത്തുകളൊക്കെയും ഹയാത്താക്കി സുന്നത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കുടുംബസമേതം തൗഫീഖ് ഏറ്റി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.